നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും ധീരരായ രണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഹൈദരാലിയും ടിപ്പു സുൽത്താനും. മൈസൂർ രാജാവായിരുന്ന വോഡയാറിൻ്റെ സൈനികനായിരുന്നു ഹൈദരാലി. 1761 ഹൈദരലി മൈസൂറിൻ്റെ ഭരണാധികാരിയായി മാറുന്നത്. പിന്നീട് അദ്ദേഹം വോഡയാർ രാജാവിനെ പേരിന് മാത്രം രാജാവായി നിലനിർത്തുകയായിരുന്നു. അധികാരം കിട്ടിയ ഉടനെ ഹൈദരാലി തൻ്റെ സൈന്യത്തിന് നല്ല ഫ്രഞ്ച് ശിക്ഷണം കൊടുക്കുകയും സൈന്യത്തെ ആധുനികവൽക്കരിക്കുകയും ചെയ്തു. അദ്ദേഹം മറാത്ത സൈന്യവുമായും ഹൈദരാബാദ് നിസാമുമായും അതുപോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായും നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടു. 4 പ്രാവശ്യമായിട്ടാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നത്. 1, 2 യുദ്ധത്തിൽ സൈന്യം നയിച്ചത് ഹൈദരാലിയാണ്. 2ാം മൈസൂർ നടക്കുമ്പോഴാണ് ഹൈദരാലി മരിക്കുന്നത്. അദ്ദേഹം രോഗബാധിതനായിരുന്നു. ആരോഗ്യം വളരെയേറെ മോശമായിട്ടും അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കുകയും ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിക്കുകയുമാണ് ചെയ്തത്. 1782 അദ്ദേഹം മരിക്കുന്നത്. തുടർന്ന് സൈന്യം നയിച്ചത് ടിപ്പു സുൽത്താനാണ്. അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ നമ്മൾ വിളിക്കുന്നതിന് ടൈഗർ ഓഫ് മൈസൂർ എന്നാണ്. മൈസൂർ കടുവ എന്ന് വിളിക്കുന്ന അതിധീരനായ ഒരു പോരാളിയായിരുന്നു ടിപ്പു സുൽത്താൻ. അദ്ദേഹം പിന്നീട് യുദ്ധം തുടരുകയും 4ാം മൈസൂർ നടക്കുമ്പോഴാണ് ശ്രീരംഗപട്ടണത്ത് വെച്ച് 1799 മെയ് മാസം 4-ാം തീയതി അദ്ദേഹം വീരമൃത്യു യുദ്ധക്കളത്തിൽ വെച്ച് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടുമ്പോൾ വീരചരമം പ്രാപിക്കുകയും ചെയ്യുന്നത്. ഈ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചിരുന്നത് ആർതർ വെല്ലസ്ലിയാണ്. ആർതർ വെല്ലസ്ലി ആ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കമാൻഡറായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ നേടിയ ഒരുപാട് യുദ്ധവിജയങ്ങൾ അദ്ദേഹത്തിന് പിന്നീട് യൂറോപ്പിൽ നടന്ന ഒരുപാട് വിജയങ്ങൾ നേടുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം വാട്ടർലൂ യുദ്ധമാണ്. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ആർതർ വെല്ലസ്ലിയുടെ സൈന്യത്തിന് മുമ്പിലാണ് കീഴടങ്ങിയത്. തുടർന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ അറ്റ്ലാന്റിക് ദ്വീപിലെ സമുദ്രത്തിലെ സെൻറ്റ് ഹെലീന ഐലൻഡിലേക്കാണ് ബ്രിട്ടീഷുകാർ നാട് കടത്തിയത്. അവിടെ വെച്ച് 1821 1815 ഈ വാട്ടർലൂ യുദ്ധം. 1821 മെയ് മാസം 5-ാം തീയതിയാണ് അദ്ദേഹം അവിടെ വെച്ച് മരിക്കുന്നത്. നമുക്കറിയാം ഹൈദരലിയും ടിപ്പു സുൽത്താനും ഏറ്റവും ധീരരായ 2 പോരാളികളായിരുന്നു. അവരുടെ പോരാട്ട വീര്യം തീർച്ചയായും പിന്നീട് വന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുന്നതിനും സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ ഊർജ്ജവും നവോന്മേഷവും നൽകുന്നതിനും സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും അവരുടെ ധീരത എന്നെന്നും ഇന്ത്യക്കാർ ഓർമ്മിക്കും.